രണ്ടാം ക്ലാസ്സിലെ 2015 ചോദ്യപേപ്പറാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് നേരെ പോകാം. ആദ്യത്തെ ചോദ്യം, വിശ്വാസികളുടെ പിതാവ് ആര്? നമുക്കറിയാവല്ലേ, അബ്രഹാമാണ് വിശ്വാസികളുടെ പിതാവ്. രണ്ടാമത്തെ ചോദ്യം, നോഹ പെട്ടകം ഉണ്ടാക്കുവാൻ ഉപയോഗിച്ച മരത്തിൻ്റെ പേരെന്താ? ഗോഫർ എന്നാണ് അല്ലേ, ഗോഫർ എന്നാണ് ആ മരത്തിൻ്റെ പേര്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, അലക്സാന്ദ്രിയോസ് നാടുവാഴി ഭരിച്ച നാട് ഏത് എന്നുള്ള ചോദ്യമാണ്. ഏത് നാടാണ് അലക്സാന്ദ്രിയോസ് ഭരിച്ചത്? തർശീശാണ് അല്ലേ. ഇനിയും അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, ചിത്രം തിരിച്ചറിയാനുള്ള ചോദ്യമാണ്. ഇത് ഏത് ചിത്രമാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയോ? ഒരു പ്രവാചകനാണല്ലേ. പ്രവാചകൻ സരേഫാത്തിലെ വിധവയുടെ വീട്ടിൽ ചെല്ലുന്നതാണ്. പ്രവാചകൻ്റെ പേരെന്താണ്? അതാണ് അഞ്ചാമത്തെ ചോദ്യം. പ്രവാചകൻ്റെ സ്ത്രീയുടെ മുന്നിൽ നിൽക്കുന്നത് ആര് എന്നുള്ളത്. അപ്പോൾ ഏലിയ പ്രവാചകൻ സരേഫാത്തിലെ വിധവയുടെ വീട്ടിൽ ചെന്ന സന്ദർഭമാണ് ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ശരി ഉത്തരം തിരഞ്ഞെടുക്കാനുള്ള ചോദ്യമാണ് ആറാമത്തെ ചോദ്യം. ആറാമത്തെ ചോദ്യം എന്താണ്? ലാസറിൻ്റെ ഭവനം എവിടെയായിരുന്നു? ഓപ്ഷനുണ്ട്: ബെത്ലഹേം, ബഥാനിയ, നസ്രത്ത്. എവിടെയായിരുന്നു? ബഥാനിയയിലായിരുന്നു അല്ലേ. ഇനി ഏഴാമത്തെ ചോദ്യം, ദാവീദിൻ്റെ വാദ്യോപകരണം ഏത്? കിന്നരം, ഓടക്കുഴൽ, മൃദംഗം. കിന്നരമാണല്ലേ. കിന്നരമായിരുന്നു ദാവീദിൻ്റെ കയ്യിലെപ്പോഴും ഉണ്ടായിരുന്ന വാദ്യോപകരണം. ഇനി എട്ടാമത്തെ ചോദ്യം, ന്യൂറോനോ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? വിശുദ്ധൻ, രക്തസാക്ഷി, തീക്കടുത്തത് എന്നാണ് ന്യൂറോനോ എന്ന വാക്കിൻ്റെ അർത്ഥം. ഒൻപതാമത്തെ ചോദ്യം, പണ്ഡിതന്മാർ യേശുക്കുഞ്ഞിന് സമ്മാനമായി നൽകാത്തത്? പൊന്ന്, വെള്ളി, കുന്തിരിക്കം. നമുക്കറിയാലേ, പൊന്നും മോരും കുന്തിരിക്കവും ആണ് യേശുവിനെ കാണാൻ വേണ്ടിയിട്ട്, യേശുക്കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പണ്ഡിതന്മാർ കൊണ്ടുപോയതെന്ന്. അപ്പോൾ ഇവിടെ വെള്ളി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം പൂരിപ്പിക്കാനുള്ള ചോദ്യമാണ്. പത്താമത്തെ ചോദ്യം, പിന്നെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം ഡാഷ് നിന്നെ സ്തുതിക്കുന്നു. എന്താ അവിടെ വരിക? നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു എന്നാണല്ലേ. അതാണ് 7 പ്രാവശ്യം എന്നുള്ളതാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്. 11ാമത്തെ ചോദ്യം, യോനാഥാനും ഡാഷും നല്ല കൂട്ടുകാരായിരുന്നു. ആരായിരുന്നു യോനാഥാൻ്റെ സുഹൃത്ത്? ദാവീദായിരുന്നു അല്ലേ. ദാവീദും യോനാഥാനുമായിരുന്നു നല്ല കൂട്ടുകാർ. ഇനി 12ാമത്തെ ചോദ്യം, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ ഡാഷ് വളരെ ഫലിക്കുന്നു. എന്താണ്? നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇനി 13ാമത്തെ ചോദ്യം, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഡാഷ് വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. എന്താണ് ഉത്തരം? നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ എന്നാണ് അല്ലേ. നമ്മൾ മനഃപ്പാഠവാക്യം പഠിച്ചതാണ്. ഇനി ആര് പറഞ്ഞു എന്ന ചോദ്യമാണ് അടുത്തത്. ഒരു വാക്യം പറയും, അതാര് പറഞ്ഞു എന്ന് പറയുക കേട്ടോ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇതാര് പറഞ്ഞതാ? യേശു പറഞ്ഞതാ അല്ലേ. യേശു പറഞ്ഞ വാക്കുകളാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നുള്ളത്. ഇനി 15ാമത്തെ ചോദ്യം, കൊണ്ടുപോയി കലവറക്കാരൻ്റെ കയ്യിൽ കൊടുക്കുവിൻ. ഇതാര് പറഞ്ഞതാ? ഇതും യേശു പറഞ്ഞത് അല്ലേ. വീഞ്ഞ് തീർന്നു പോയപ്പോൾ അതിൽ വെള്ളം നിറച്ചിട്ട്, ഭരണിയിലൊക്കെ വെള്ളം നിറച്ചിട്ട് പറഞ്ഞ വാക്കുകളാണ് കൊണ്ടുപോയി കലവറക്കാരന് കൊടുക്കുവീൻ എന്നുള്ളത്. ഇനി 16ാമത്തെ ചോദ്യം, ദൈവം ഞങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരട്ടെ. ഇതാര് പറഞ്ഞതാ? ഇത് തളർവാദ രോഗിയെയും കൊണ്ട് 4 പേര് യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അല്ലേ. ആ തളർവാദ രോഗിയെ ചുമന്ന ആ 4 പേരിൽ ഒരാൾ പറഞ്ഞ വാക്കാണ് ദൈവം ഞങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരട്ടെ എന്നുള്ളത്. ഇനി 17ാമത്തെ ചോദ്യം, ഒരു ആണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ മടങ്ങി വരും. ഇതാര് പറഞ്ഞതാ?
ഇത് അബ്രഹാമിനെ സന്ദർശിക്കാനായിട്ട് വന്ന 3 ദൈവപുരുഷന്മാരുണ്ടല്ലേ, അവർ അബ്രഹാമിനോട് പറഞ്ഞതാണ്, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ മടങ്ങി വരും, അന്നേരം എന്തുണ്ടാവും എന്നാണ് പറഞ്ഞേ, അബ്രഹാമിനൊരു പുത്രൻ ജനിക്കുമെന്നാണ് അവർ പറഞ്ഞത്. ഇനി ഗീതം ചൊല്ലാനുള്ള ഭാഗമാണ് അടുത്തത്. ഒരു ചെറിയ ഭാഗം മാത്രം നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി കേട്ടോ. അലിവോടു ശിക്ഷിച്ചടിയാരേ, എന്താ ബാക്കി വരിക? അരിശം നീക്കി കാക്കണമേ. അരിശം നീക്കി എന്നുള്ളതാണ് അവിടെ വരേണ്ടത് കേട്ടോ. അടുത്ത 19ാമത്തെ ചോദ്യം, നല്ലവനെ കാരുണ്യത്താൽ നൽകണമേ. എന്താ വരണ്ടേ അവിടെ? യാചിപ്പുകളെ അല്ലേ, നൽകണമേ യാചിപ്പുകളെ. അപ്പോൾ ആ ഗീതം നമുക്കറിയാം, അൻപുടയോനെ എന്ന ഗീതം മുഴുവനായിട്ടും പഠിക്കുക കേട്ടോ. ഇനി പ്രാർത്ഥന ചൊല്ലാനുള്ള ചോദ്യമാണ് അടുത്തത്. 20ാമത്തെ ചോദ്യം, പിതാവിനും പുത്രനും സ്തുതി. എന്താണ്? പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്നാണ് അല്ലേ നമ്മുടെ പ്രാർത്ഥന തുടങ്ങുന്ന ഭാഗം. 21ാമത്തെ ചോദ്യം, സ്വർഗസ്നായ ഞങ്ങളുടെ, എന്താ ബാക്കി? സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. അപ്പോൾ പിതാവേ എന്നുള്ളതാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്. ഇനി 1 or 2 വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം, ശാബത ദിവസം എന്നാൽ എന്ത്? എന്താണ് ശാബത ദിവസം? 6 ദിവസത്തെ വേല കഴിഞ്ഞ് 7ാമത്തെ ദിവസത്തെ ദൈവം വിശുദ്ധീകരിച്ചു. ഈ 7ാം ദിവസത്തിന് പറയുന്ന പേരാണ് ശാബത ദിവസം. 23ാമത്തെ ചോദ്യം, എന്താണ് എൽദോ നോമ്പ്? ഏതാ എൽദോ നോമ്പ്? യേശുവിൻ്റെ ജന്മദിനം നമ്മൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ക്രിസ്തുമസിന് മുൻപ്, ക്രിസ്മസ് നമ്മൾ ഡിസംബർ 25-ാം തീയതിയാണ് ആചരിക്കുക. അപ്പോൾ കർത്താവിൻ്റെ ജനന പെരുന്നാളിന് മുമ്പുള്ള 25 ദിവസത്തെ നോമ്പിനെയാണ് നമ്മൾ എൽദോ നോമ്പെന്ന് പറയുന്നത്. അടുത്തത് 24ാമത്തെ ചോദ്യം, ആരാണ് ശിശു സഹോദരന്മാർ? ആരാണ്? യേശുക്കുഞ്ഞിനെ കൊല്ലാനുള്ള ശ്രമത്തിൽ യേശുക്രിസ്തുവിന് വേണ്ടി കൊല്ലപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് ശിശു സഹോദരന്മാരെന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി 25ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യം, യഹൂദന്മാരുടെ പ്രധാന ദേവാലയം ഏതാണ്? നമുക്കറിയാം അല്ലേ, യെരുശലേം ദേവാലയമാണ് യഹൂദന്മാരുടെ പ്രധാന ദേവാലയം. നല്ല എളുപ്പമുള്ള ചോദ്യ പേപ്പറായിരുന്നു അല്ലേ. നമുക്ക് എല്ലാവർക്കും എല്ലാ ആൻസറും പറയാൻ പറ്റിയില്ലേ? എല്ലാ കഥകളും നല്ല വൃത്തിയായിട്ട് കേട്ടും വായിച്ചും പാരൻസിൻ്റെ സഹായത്തോടെയൊക്കെ നിങ്ങൾ പഠിക്കണം. നന്നായിട്ട് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യണം, നന്നായിട്ട് ഉത്തരങ്ങളൊക്കെ പറയണം. എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.